ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ബീൻസ് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ചെറിയ ബീൻസ് വെറും പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു വലിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇല്ല കേട്ടോ. അതിന് പകരം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മല്ലിയിലയാണ്. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടുകടാന്ന് പൊട്ടുന്നുണ്ട് കേട്ടോ. ആ നായി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള എന്നിട്ട് ജസ്റ്റ് വഴറ്റിയിട്ട് നമ്മുടെ ബീൻസ് കൂട്ടിനെയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് വലിയ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് വഴറ്റുന്നുണ്ട്. നിങ്ങൾ തവി ഉണ്ടോ? ചിരട്ട തവി. എനിക്ക് ചിരട്ട തവി കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ കേട്ടോ. പണ്ട് അമ്മ വീട്ടിലും അമ്മാമ്മ വീട്ടിലും ഒക്കെ അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന തവിയായിരുന്നു ചിരട്ട തവി. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം ഇത് എൻ്റെ കൂട്ടത്തിൽ ഒരു 2 ചിരട്ട തവിയും കൂടെ ഒപ്പം കൂട്ടി. അപ്പോൾ ഇത് വരണ്ട് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ബീൻസ് കൂട്ടിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ബീൻസ് ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ദാണ്ട് ഉള്ളിയും നമ്മുടെ ബീൻസും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത തേങ്ങ ആഡ് ചെയ്യാം. നമ്മൾ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പണ്ട് അമ്മ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചെറുതിലൊക്കെ തോരനൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം തപ്പിപ്പൊത്തി വെക്കണമെന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ കൊല്ലത്തു നിന്നാണ് കേട്ടോ. അവിടെ ഇങ്ങനെ പറയാറുണ്ടായിരിക്കും. അന്ന് എനിക്കറിയില്ലായിരുന്നു എന്താണ് ഈ വെക്കുക എന്നുള്ളത്, തപ്പിപ്പൊത്തി വെക്കുക എന്നുള്ളത്. ഇപ്പോൾ എനിക്കറിയാം എന്താ ഇങ്ങനെ വെക്കുന്നതിനാണ് നമ്മൾ തപ്പിപ്പൊത്തി വെക്കുക എന്ന് പറയാം. ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഒരു കുറച്ച് നേരം ഒന്ന് വെന്താൻ കൊടുക്കാം. അപ്പോൾ ക്ലോസ് ചെയ്ത് വെക്കാം. നമ്മുടെ ബീൻസ് വരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി മല്ലിയിലയാണ് ഇട്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ലുക്കിനും ടേസ്റ്റിനും ഒക്കെ ഓരോല്ല വേണ്ടേ, അതുകൊണ്ട് മല്ലിയില ആഡ് ചെയ്തു. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം.